நீ அப்படியே வந்து ஒரு கிஸ் கொடு. 10 മിനിറ്റോളം കാമുകിയെ നിർത്താതെ ചുംബിച്ച കാമുകന്റെ കേൾവി ശക്തി തകരാറിലായിരിക്കുകയാണ്. എന്താണോ ഞെട്ടുന്നത്? ഞെട്ടിക്കുന്ന വാർത്തയാണ് ആശാനെ. ഈ രീതിയിലൊക്കെയുള്ള വാർത്തകൾ എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ എടുക്കുന്നത് എന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ടും ഈ ഒരു വാർത്ത വായിക്കുമ്പോഴും പ്രേക്ഷകർക്കുണ്ടാകാം. സ്വാഭാവികം. കാമുകിയെ കാമുകൻ ചുംബിക്കുന്നതൊക്കെ ഇക്കാലത്ത് ഈ സ്വാഭാവിക കാര്യമാണല്ലേ? എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് കേട്ടാ. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ പല സദാചാര ഗുണ്ടകളും അനാവശ്യമായി ഇടപെട്ടാലേ പ്രശ്നമൊക്കെയുള്ളൂ. വിദേശത്തൊക്കെ ആണെങ്കിൽ ഇതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യവുമല്ല. പക്ഷേ ഈ ചൈനയിലെ കാമുകന് ഒരു അക്കിടി പറ്റിയിരിക്കുകയാണ്. 10 മിനിറ്റോളം കാമുകിയെ നിർത്താതെ ചുംബിച്ച കാമുകന്റെ കേൾവി ശക്തി തകരാറിലായിരിക്കുകയാണ്. ഹലോ, കേൾക്കുന്നില്ല? ഹലോ, ഉറച്ചു പറ, കേൾക്കുന്നില്ല. നിർത്താതെ ചുംബിച്ചപ്പോൾ ചെവിയിലെ വായുമർദ്ദത്തിലുണ്ടായ വ്യത്യാസമാണ് അപകടമുണ്ടാക്കിയതെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഈ വാർത്തയൊക്കെ കേൾക്കുമ്പോൾ ഒരുപക്ഷെ ചിലർക്ക് ചിരിയായിരിക്കാം വരുന്നത്. ചിലരൊക്കെ ഞാൻ ഈ പറഞ്ഞതുപോലെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ രീതിയിലുള്ള വാർത്തകളൊക്കെ എടുക്കുന്നത് എന്നൊക്കെ ചോദിക്കാം. തീർച്ചയായിട്ടും ഈ ഒരു വാർത്ത മുന്നറിയിപ്പ് തന്നെയാണ്. നമുക്ക് ആദ്യം ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ ഒരു രസവും കൗതുകവും ഒക്കെ തോന്നും. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് ചിലപ്പോൾ നമ്മൾ വിചാരിക്കും എങ്ങനെയാണ് ചുംബിക്കുമ്പോൾ കേൾവി ശക്തിയൊക്കെ നഷ്ടമാവുക. നമുക്ക് അധികം കേട്ട് പരിചയമില്ലാത്ത ഒരു കാര്യമാണ്. അതിനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഈ വാർത്തയുടെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാവും. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ നാട്ടിലാണ് ഇത്തരം രീതികളൊക്കെ വളരെ കുറവ്. വിദേശ രാജ്യങ്ങളിലൊക്കെ വളരെ നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇതൊക്കെ. വെപ്രാളം കൊണ്ട് പലപ്പോഴും പലരുടെയും ആദ്യ രാത്രി അവസാനത്തെ രാത്രി ആയി പോകാറുണ്ട്. എനിക്കൊരു ഉമ്മ തരുമോ? ഇതിനുള്ള കാരണമെന്ന് പറയുന്നത് വായുമർദ്ദം മൂലം, അതായത് ചുംബിക്കുമ്പോൾ ശ്വാസോച്ഛ്വാസത്തിലേക്ക് ഉണ്ടാകുന്ന വ്യത്യാസവും ചെവിക്കുള്ളിൽ അനുഭവപ്പെടുന്ന വായുമർദ്ദത്തിലെ വ്യത്യാസവും കാരണം കർണപുടത്തിൽ സുഷിരങ്ങൾ വീഴുന്നു. പക്ഷെ ഇത് ചൈനയുടെ ആദ്യത്തെ സംഭവമല്ല. 2008 സമാനമായൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അന്ന് കേൾവി നഷ്ടപ്പെട്ടത് ഒരു യുവതിക്കായിരുന്നു. ഇങ്ങനെ ഒരു കാര്യം കൂടി ഈ ചുംബനത്തിനൊക്കെ പിന്നിലുണ്ട്. ഇതും ഒരു വാർത്തയല്ലേ? കാരണം എന്താ, ഈ രീതിയിലൊക്കെ ചുംബിച്ചാൽ ഈ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും എന്നൊരു സന്ദേശം അതും കൂടി തരികയല്ലേ, ആ ഒരു മുന്നറിയിപ്പ് കൂടി തരികയല്ലേ ഈ വാർത്തയിലൂടെ. തെറിയും നെറുകേടും ലാത്തിയടിയും സഹിക്കേണ്ടി വരുന്ന നിരാലംബരായ അമ്മമാരുടെ കഷ്ടപ്പാടുകളിലേക്ക് തുറന്നു പിടിച്ച കണ്ണുകളാവണം വാർത്ത. ദാഹജലം കിട്ടാതെ തൊണ്ട പൊള്ളി നിലവിളിക്കുന്ന പൈതങ്ങളുടെ കണ്ണുനീരാവണം വാർത്ത.